ഹലോ ഗൈസ്, ഇതാണ് SK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇണക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു തോരനാണ്. പയറിട്ടിട്ടുള്ള ഒരു തോരനാണ്. അത് ഇണക്കുന്നത് അമ്മയാണ്. ഇതാണ് സാധനം. അന്നേരം നമ്മൾ അത് ഇണക്കുന്നതിന് വേണ്ടി അടുക്കളയിലോട്ട് പോവാം. പിന്നെ നമ്മുടെ ഒരു പ്രത്യേക കാര്യം പറയാൻ പറഞ്ഞു വന്നിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, സന്തോഷം. ഞങ്ങളിന്ന് ഒരു പോക്ക കൊണ്ടൊരു തോരനാണ് ഇണക്കാൻ പോകുന്നത്. അതെ, വാഴക്കൂമ്പെന്നും പറയും. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് പോക്ക എന്നാണ്. ഞങ്ങളതൊരു തോരൻ ഇണക്കാൻ പോവുകയാണ്. പയർ ചേർത്താണ് ഈ തോരൻ ഇണക്കണത്. ഇത് കൊത്തി അരിയണം. ഇതേപോലെ കൊത്തി അരിയണം. ഇതിനൊരു കറിയുണ്ട്. അത് ഞങ്ങൾ ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് പെരട്ടി വെക്കും. എന്നിട്ടാണ് ഇത് വറയിലിടണത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അരിയണം. എല്ലാവരും വെക്കുന്നതാണ്, പക്ഷെ ഞങ്ങളൊരു വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പം ഇത് ചെയ്യാണ്. കൊത്തി അരിഞ്ഞതിൽ ഇച്ചിരി എണ്ണ, ഇച്ചിരി ഉപ്പ് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും. അത് ഇട്ടിട്ട് തിരുമ്മി വെക്കും. ഇതിന് ഇച്ചിരി കറയൊക്കെ ഉള്ളതാണ്. അത് പോകാൻ വേണ്ടി ഇതിങ്ങനെ തിരുമ്മി ഞങ്ങൾ വെക്കും. തിരുമ്മി വെച്ചതിൻ്റെ ശേഷം പയർ വേവിച്ചിട്ട് തീരെയൊക്കെ ഒതുക്കി ഇതിൽ ചേർത്ത് തോരനാക്കുകയുള്ളൂ. പിന്നെ ഒരു നാരൊക്കെ ഉള്ളതാണ്, അത് കാരണം ഇങ്ങനെ ചെയ്യണം. നമ്മൾ 1 കപ്പ് പയറെടുത്തിരിക്കുകയാണ്. ഒരു 100 ഗ്രാം പയറെടുത്തിരിക്കുകയാണ്. അത് കുക്കറിൽ വേവിച്ചിട്ട് വേണം നമുക്ക് വീരൊതുക്കി ഈ പോക്ക ശരിയാക്കാൻ. ഈ പോക്ക റെഡിയാക്കാൻ, ഈ വാഴക്കൂമ്പ് തോരനാക്കണമെങ്കിൽ 2 മുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നല്ല ജീരകം, 3 കൊച്ചുള്ളി, വേപ്പല, 2 മുളക്. അത് 2 പോക്കായത് കാരണമാണ് 2 മുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കണം. ഇത് കല്ലിൽ ഒതുക്കിയിട്ട് വേണം നമുക്കിത് തോരനാക്കാൻ. നമുക്കിത് 3 കൂട്ടം കൂടി 4 കൂട്ടം സാധനമുണ്ട്. നല്ല ജീരകം, കൊച്ചുള്ളി, വെളുത്തുള്ളി, വേപ്പല, പച്ചമുളക്. ഇത് ചായച്ചിട്ട് വേണം നമുക്ക് പീര ഒതുക്കാൻ. ഈ കല്ല് വെച്ച് പീര ഒതുക്കാൻ. മിക്സിയിലാണെങ്കിലും ചെയ്യാം, പക്ഷെ നമ്മൾ കല്ലിലാണ് ചെയ്യണത് കേട്ടോ. പീര കൂടെ വെച്ച് ഒതുക്കിയാണ് കേട്ടോ. നമ്മൾ പീര കൂടെ വെച്ച് ഇത് കല്ലിൽ അരക്കണം. ഞങ്ങളിത് ഈ വാഴക്കൂമ്പ് തോരനാക്കാനായിട്ട് എണ്ണ ഒഴിക്കണം. മറ പൊട്ടിച്ചിട്ട് വേണം വാഴക്കൂമ്പിടാൻ. എണ്ണ ഇത്തിരി മൂക്കട്ടെ. വറക്കുള്ള വിധിയാണ്. ഉള്ളിയും പച്ചമുളക്, ഉള്ളിയും മേക്കലൊക്കെ
ഒതുക്കി വെച്ചിരുന്ന ബീഫ് ഒതുക്കി വെച്ചിരുന്ന ബിരിയാണി. വളരെ പയർ വേവിച്ചതേ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് കേട്ടോ. പയർത്തിരി വേവിക്കണം. ഒരു കപ്പ് പയർ വേവിച്ചിട്ടുണ്ട് പോക്ക വെക്കാൻ. വെള്ളമില്ലാതിരിക്കണം ഈ പയറ്, അല്ലെങ്കിൽ അതൊരു ഇതുണ്ടാകും, കുഴഞ്ഞു പോകും. നമ്മളിനി പോക്ക വെക്കണം കേട്ടോ. അത് വാഴക്കൂമ്പ് അരിഞ്ഞത് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഇരിക്കട്ടെ. 5 മിനിറ്റ് മതി. അന്നേരം വെന്തോളൂ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. നമ്മളെ വാഴക്കൂമ്പ് തോരൻ റെഡിയാക്കിയതേ വെന്തിട്ടുണ്ട്. അത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിൽ കോരാം. നമ്മളത് വേവിച്ചത് എടുക്കുകയാണ് കേട്ടോ. പാത്രത്തിലോട്ട് എടുക്കുകയാണ്. നല്ലതാണ്. ഇതുപോലെ എല്ലാവരും ഇണക്കണം കേട്ടോ. നല്ലതാണ്.